ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാൽ ബ്രദേഴ്സ് മീഡിയ. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്. ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബെർണോളിസ് തിയറവും അതിൻ്റെ പ്രൂഫ് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട്. അത് കൂടാതെ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം പറയേണ്ട സർഫസ് ടെൻഷൻ എന്നൊരു ടോപ്പിക്കുണ്ട്. അതിനകത്തുള്ളൊരു ഡെറിവേഷനാണ്. ആ ഡെറിവേഷൻ പറയുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണം. നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻസാണ്. ഒന്ന്, സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ എസ് എന്ന് കൊടുക്കുകയാണ്. അത് കാണാനുള്ള ഞാൻ ഡെഫിനിഷൻ എന്ന് പറയുന്നില്ല, അത് കാണാനുള്ള ഫോമുല ഒന്ന് ഫോഴ്സ് ബൈ ലെന്ത് എന്ന് കാണാം. ഫോഴ്സ് ബൈ ലെന്ത് അല്ലെങ്കിൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ചേഞ്ച് ഇൻ ഏരിയ. ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഏരിയ നമ്മൾ കൂടുതലും ഇൻക്രീസ് ഇൻ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയാം. വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഏരിയ എന്നോ ഇൻക്രീസ് ഇൻ ഏരിയ എന്നോ പറയാം കേട്ടോ. അതിൻ്റെ റീസണൊക്കെ നിങ്ങൾ തിയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും. വായിച്ചു നോക്കുക, അതവിടെ ഉണ്ട്. നമുക്ക് ഈ ഫോമിലെ ഡെറിവേഷൻ വേണം. സർഫസ് ടെൻഷൻ കാണുന്നത് ഫോഴ്സ് ബൈ ലെന്ത് എന്ന് കാണും, ജനറൽ ഫോമാണ്. അതല്ലാതെ നമുക്ക് എങ്ങനെയും കാണാം, വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചേഞ്ച് ഏരിയ എന്നും കാണാം. ഇത് ഈ ഫോമിൽ വെച്ചാണ് നമ്മൾ സർഫസ് ടെൻഷനിലെ ഡെറിവേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഫോമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻ, excess pressure inside a liquid drop. excess pressure inside a liquid drop. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് എടുത്തു. സ്പെറിക്കലാണ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഏരിയ ആറാണ്. ഏരിയ അല്ല, റേഡിയസ് സ്മോൾ ആറാണ്. ഇനി ഞാൻ അതിൻ്റെ വെള്ളത്തിൽ ഒരു ഡ്രോപ്പാണ്, അകത്തുള്ള എക്സസ് പ്രഷർ കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. കൂടിയത് ഡി ആർ ആണ്. കൂടിയ റേഡിയസ്, ചേഞ്ച് ഇൻ റേഡിയസ് ഡി ആർ ആണ് ഫസ്റ്റ്. അപ്പം അകത്തൊരു ഫോഴ്സ് ആക്ട് എന്ന് പറഞ്ഞല്ലോ, അതിനാണ് നമ്മൾ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഫോഴ്സ് കാണണം. ഫോഴ്സ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പ്രഷർ കാണാൻ പഠിച്ചു. പ്രഷർ കാണുന്നത് ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് കാണുന്നത്. പ്രഷർ അവിടെ നിന്ന് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ക്ലോസ് ചെയ്തു. പ്രഷർ ഇൻറ്റു ഏരിയയാണ് ഫോഴ്സ് കാണുന്ന ഫോമുല. അപ്പോൾ എനിക്ക് ഈ പ്രഷറാണ് എക്സസ് പ്രഷർ എന്ന് പറയും. എനിക്ക് അകത്ത ഫോഴ്സ് കാണും. ആ ഫോഴ്സ് കാണും. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോഴ്സ് എങ്ങനെയാണ് കാണുന്നത്? പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സസ് പ്രഷർ ഇൻറ്റു ഏരിയ. ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എത്രയായിരുന്നു? സ്പിയർ ആയിട്ട് സ്പിയറിൻ്റെ ഏരിയ കാണാനുള്ള ഫോമുല 4π ഇൻറ്റു റേഡിയസ് സ്ക്വയർ. അപ്പം 4π, ആദ്യ റേഡിയസ് എത്രയാണ്? 6 ആണ്. അതുകൊണ്ട് എത്ര? r സ്ക്വയർ. ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ട് അകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആർ. അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഫോഴ്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റിന് ഫോഴ്സ് കൊടുക്കുമ്പം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ അവിടെ വർക്ക് നടന്നു എന്ന് പറയും. അത് നമുക്ക് അടുത്ത പോയിന്റ് എന്താണ്? വർക്ക് കാണണം. എന്തുകൂടെ വർക്ക് കാണുന്നത്? ഫോഴ്സ് കൊടുത്തു, അതിൻ്റെ ഫലമായി എന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. വർക്ക് കാണുന്ന ജനറൽ ഫോം എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എഫിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? പി ഇൻറ്റു 4π r സ്ക്വയർ. ഡിസ്പ്ലേസ് എത്രയാണ്? ഡി ആർ, ഡി ഡബ്ല്യു. അപ്പോൾ നമ്മൾ വർക്ക് കണ്ടു, ഇക്വേഷൻ 1. ഇനി വർക്ക് വേറൊരു ഇതും കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. സർഫസ് ടെൻഷൻ എങ്ങനെ കാണാമെന്ന് പറഞ്ഞു? വർക്ക് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഏരിയ. ഡെൽറ്റ എന്ന് കൊടുക്കുകയാണ് ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് വർക്ക് അങ്ങനെ കാണുന്നത്, ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. വർക്ക് വേറൊരു ഇതും കാണാൻ പറ്റും. എന്താ ഫോമുല? സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ എനിക്ക് ചേഞ്ച് ഇൻ ഏരിയ വേണം, സർഫസ് ടെൻഷൻ വേണം. അപ്പോൾ ആദ്യം ചേഞ്ച് ഇൻ ഏരിയ. ഏരിയ എങ്ങനെ ചേഞ്ചായി? അപ്പോൾ നമ്മൾ എന്താണ്? ആദ്യത്തെ ഏരിയയും കാണണം, ഇപ്പോൾ ഏരിയയും കാണണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഏരിയ. ഇനിഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ 4π r സ്ക്വയർ. കാരണം ആദ്യം 6 ആണ് റേഡിയസ്. ഇനി അടുത്ത ഫൈനൽ ഏരിയ. ഏരിയ കാണാനുള്ള ഫോമുല 4π ഇൻറ്റു റേഡിയസ് സ്ക്വയർ. അപ്പോൾ ഇപ്പോഴത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ട്? ഡി ആർ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ റേഡിയസ് എത്രയാണ്? r +
dr അതിൻ്റെ സ്ക്വയർ. അപ്പം ഏരിയ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആയതുകൊണ്ട് 4 പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ. ആദ്യം r ആയിരുന്നു r സ്ക്വയർ, ഇപ്പം r പ്ലസ് എന്തുണ്ട് dr ഉണ്ട്. അപ്പം r പ്ലസ് dr ദ ഹോൾ സ്ക്വയർ. ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പം 4 പൈ ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യം എ സ്ക്വയർ, അപ്പം എയുടെ സ്ഥാനത്ത് r ഇൻറ്റു സ്ക്വയർ, r സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ ഇൻറ്റു ബി, അപ്പോൾ 2 ഇൻറ്റു r ഇൻറ്റു 2r പിന്നെന്താണ് dr പ്ലസ് എന്താണ് dr സ്ക്വയർ പ്ലസ് dr സ്ക്വയർ. ഇതിൽ dr വളരെ ചെറുതാണ്, ചെറിയ നമ്പറാണ്. എൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴേക്കും അത് നെഗ്ലിജിബിൾ ആയി പോകും. അപ്പോൾ dr ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു. ബാക്കി എന്താണുള്ളത് 4 പൈ ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഒരു r സ്ക്വയർ പ്ലസ് 2r ഇൻറ്റു dr വളരെ ചെറുതാണ്, ഒരു ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ വീണ്ടും എന്താവും ചെറുതാവും, അത് നമ്മൾ എന്ത് ചെയ്തു നെഗ്ലക്റ്റ് ചെയ്തു. അപ്പം dr സ്മോൾ ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്തു. ബ്രാക്കറ്റ് മാറ്റുകയാണെങ്കിൽ 4 പൈ ഇൻറ്റു r സ്ക്വയർ 4 പൈ r സ്ക്വയർ പ്ലസ് ദ 4 പൈ ഇൻറ്റു 2r dr. 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 ആയി. പിന്നെ ഇവിടെ എന്തുണ്ട് പൈ, ഇവിടെ എന്താണ് 6 dr. ഇതാണ് ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ കാണേണ്ടത് വർക്കാണ് കാണേണ്ടത്. വർക്ക് എങ്ങനെ കാണുന്നത്, ചേഞ്ച് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഏരിയ കാണണം. ചേഞ്ച് ഇൻ ഏരിയ കാണുന്നത് എങ്ങനെയാണ്, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഏരിയ. ഞാൻ വേണമെങ്കിൽ ഡെൽറ്റ എന്ന് കൊടുക്കാം. അതെങ്ങനെയാണ് കാണുന്നത്, ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ. ഫൈനൽ ഏരിയ എത്രയാണ് 4 പൈ r സ്ക്വയർ പ്ലസ് 8 പൈ r dr. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, ഇനിഷ്യൽ ഏരിയ മൈനസ് ചെയ്യുക, 4 പൈ r സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു 4 പൈ r സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4 പൈ r സ്ക്വയർ ഉണ്ട്. ഇതെന്തായി കട്ടായി. ബാക്കി എന്താ ഉള്ളത്, ഇത് കട്ടായി പോകുമ്പോൾ 8 പൈ r dr. നമുക്ക് ചേഞ്ച് ഏരിയ കിട്ടി 8 പൈ r dr. അപ്പോൾ അടുത്ത് അങ്ങനെയാണ് വർക്ക് കാണുന്നത്. വർക്ക് dw വർക്ക് അങ്ങനെ കാണുന്നത് സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഏരിയ. സർഫസ് ടെൻഷൻ എസ് എന്ന് എടുക്കുകയാണ് ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. ചേഞ്ച് ഏരിയ അങ്ങനെ കാണുന്നത് ഇതാ അടക്കം, ഞാൻ ഇവിടെ എഴുതാം സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. ബാക്കി ഇവിടെ എഴുതാം dw is equal to സർഫസ് ടെൻഷൻ എസ് എന്ന് എടുത്തു ഇൻറ്റു ചേഞ്ച് എത്രയാണ് 8 പൈ r dr. 8 പൈ r dr. ഇക്വേഷൻ 2. 1 ഉം 2 നോക്കി. 1 എന്താണ് പിടിച്ചത്, വർക്ക് ഡൺ തന്നെയാണ്. 2 എന്ത് തന്നെയാണ്, വർക്ക് ഡൺ തന്നെയാണ്. അപ്പം ഫ്രം 1 ആൻഡ് 2, ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിമാണ്. ഇവിടെയും dw ആണ്, ഇവിടെയും dw ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, സെയിം ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ ഉള്ളത്, എസ് ഇൻറ്റു 8 പൈ, അത് ഇവിടെ എഴുതാം. ഇവിടെ എന്താ ഉള്ളത് പി ഇൻറ്റു 4 പൈ r സ്ക്വയർ dr ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത് എസ് ഇൻറ്റു 8 പൈ r dr. രണ്ടിടത്തും dr ഉണ്ട്, dr ക്യാൻസൽ. ഇതാ ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ 2 r ഉണ്ട്, ഒരു r ക്യാൻസൽ, ഒരു r ക്യാൻസൽ, ഒരു r ബാക്കിയുണ്ട്. ഇവിടെ പൈ ക്യാൻസൽ. 4 വെച്ച് കട്ട് ചെയ്യുമ്പം ഇവിടെ 4 പോയി, 1 ടൈംസ് ആണ്. ഇവിടെ എത്രയാണ് 4 2 ടൈംസ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ഒരു പി ഉണ്ട്, പിന്നെ എന്തുണ്ട് ഇൻറ്റു ഇവിടെ ഒരു r ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, 2s. എനിക്ക് ഈ പി ആണ് കാണേണ്ടത്. പി ഈസ് ഈക്വൽ ടു r ഡിവൈഡ് ചെയ്യുന്നു 2s ബൈ r. അപ്പോൾ എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ് എന്ന് ചോദിച്ചാൽ ആൻസർ 2s ബൈ r ആണ്. അപ്പോൾ എന്താ എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ്, ലിക്വിഡ് ഡ്രോപ്പ്. ഇതിൽ സ്പെഷ്യൽ കേസുണ്ട്. കാരണം എക്സസ് പ്രഷർ 3 രീതിയിൽ ചോദിക്കാം. ഒന്ന് ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് എന്ന് ചോദിക്കാം, ഇതിന് ആൻസർ. അടുത്ത് ഇൻസൈഡ് ബബിൾ എന്ന് ചോദിക്കും. ബബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് ബബിൾ ആണെങ്കിൽ ഇൻസൈഡ് bubble in air or vacuum.
എയർ ഓർ വാക്യൂം എന്നാണെങ്കിൽ നമ്മൾ ബബിളിൻ്റെ പ്രത്യേകത, ബബിൾ എയറിലോ വാക്യൂത്തിലാണെങ്കിൽ ബബിളിന് രണ്ട് സർഫസ് ഉണ്ട്. രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ ഒരു സർഫസിൽ 2s/r, മറ്റേ സർഫസിലും 2s/r. അപ്പോൾ എത്ര കിട്ടും? 2s/r പ്ലസ് എന്താണ് 2s/r. അപ്പോൾ ആൻസർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 4s/r ആവും. അതിൻ്റെ റീസൺ ബബിൾ എയറിലോ വാക്യൂത്തിലാണ് രണ്ട് ഫേസ് ഉണ്ട്. അപ്പോൾ രണ്ട് 2s/r ഉണ്ട്. അങ്ങനെ എത്രയായി? 4s/r ആയി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബബിൾ തന്നെയാണ് ഇൻസൈഡ് ലിക്വിഡ് എന്ന് പറയുന്നു. ബബിള് ലിക്വിഡിനകത്താണ് അല്ലെങ്കിൽ വാട്ടറിനകത്താണ്. അപ്പോൾ ഈ ബബിൾ ലിക്വിഡിനകത്താണെങ്കിൽ അത് ഡ്രോപ്പിനെ പോലെ തന്നെയാണ്, അത് ഒറ്റ സർഫസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആൻസർ എന്താണ്? 2s/r. ബബിളിൻ്റെ കേസ് ഓർത്തിരിക്കുക, എയറിലോ വാക്യൂത്തിലാണ് രണ്ട് സർഫസ് ഉള്ളത് 4s/r. അതേ സമയത്ത് ലിക്വിഡിനകത്താണ് ബബിൾ ഉണ്ടാകുന്നെങ്കിൽ അത് ഡ്രോപ്പിനെ പോലെ തന്നെ ഒറ്റ സർഫസേ ഉള്ളൂ, അത് 2s/r ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും മെയിൻ ക്വസ്റ്റ്യൻ എന്തിനായിരിക്കും? എക്സ്പ്രഷൻ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് എന്നോ, ലിക്വിഡ് ബബിൾ ഇൻ എയർ എന്നോ, ലിക്വിഡ് ബബിൾ ഇൻസൈഡ് അല്ലെങ്കിൽ ലിക്വിഡ് ബബിൾ ഇൻസൈഡ് ദ ലിക്വിഡ് എന്നോ ചോദിക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡെറിവേഷൻ സെയിം തന്നെയാണ്. ഇത് ഇതുവരെ എഴുതുക, ബാക്കി നോക്കിയത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രഷൻ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.